ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമുക്കിന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിട്ട് അറൗണ്ട് നമുക്ക് 10 kg കേക്കിൻ്റെ ഓർഡറാണ് ഉണ്ടായിരുന്നത്. അതും പല ഫ്ലേവറിലുള്ള കേക്ക്. ആദ്യത്തെ ഇതായിരുന്നു, ഇതൊരു 1 kg വെയിറ്റ് വരുന്ന പിസ്താഷ്യോ കേക്കാണ്. പ്രത്യേകിച്ച് അങ്ങനെ കസ്റ്റമൈസേഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് കേക്കിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഗനാഷിൻ്റെ ഡ്രിപ്പിംഗ് കൊടുത്തിട്ട് പിസ്ത ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയത് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഫുൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബോർഡർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനത് 2 ഷെയ്ഡ്സിൽ എപ്പോഴും ചെയ്യാറ്. ഒന്നുകിൽ ഞാൻ ക്രീമിൽ പിസ്ത ഗ്രീൻ ഇതുപോലെ കൊടുത്തിട്ട് ഗനാഷ് വൈറ്റ് ഗനാഷ് ഡ്രിപ്പിംഗ് കൊടുക്കും, അല്ലെങ്കിൽ നേരെ റിവേഴ്സും. അങ്ങനെ 2 രീതിയിൽ കൊടുക്കാറുണ്ട് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. അടുത്തതുണ്ടായിരുന്നത് ഒരു 1 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ഒത്തിരി ഡെക്കറേഷനൊന്നും സാധാരണ ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഞാൻ കൂടുതൽ നോർമൽ ആ ഒരു ഔട്ട്ലുക്ക് തന്നെയാണ് കേക്കിന് കൊടുക്കാറ്, നമ്മുടെ ക്രംസ് ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ക്രംസ് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ബോർഡും ബേസും അതുപോലെ തന്നെ നമ്മുടെ ടേൺ ടേബിളും എല്ലാം ആകെ കുളമാവും കേട്ടോ, ഇതിൻ്റെ ക്രംസ് വീണിട്ട്. പിന്നെ പ്രശ്നമില്ല, നമ്മളത് ഒന്ന് നീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു ചോക്ലേറ്റ് ഗനാഷും പിന്നെ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം തന്നെ നമ്മൾ റൈറ്റിങ്സ് കൂടെ കൊടുക്കുന്നുണ്ട്. കേക്ക് ഒന്ന് സെറ്റായ ശേഷം റൈറ്റിങ്സ് കൊടുക്കുകയാണെങ്കിൽ ഇത് എളുപ്പം ഒന്നും ഇളകി വരത്തില്ല. പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഒന്ന് കുഞ്ഞായിട്ട് ഇളകി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫോൺ ഷീറ്റിൽ കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് ഗനാഷിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗനാഷല്ല, സോറി, വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ആ പോർഷൻ എല്ലാം ഒന്ന് നീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ടേൺ ടേബിളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് നമ്മുടെ നറൂട്ടോ തീമിലുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് ടെൻഡർ കോക്കനട്ട് ആണ്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 1 kg. അത്യാവശ്യം നമ്മൾ കുറച്ച് ഹൈറ്റിനുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിരുന്നേ. കുട്ടികളെല്ലാം ഇപ്പോൾ ആ ഒരു ട്രെൻഡൊക്കെ മാറി വരികയാണ് കേട്ടോ. നമ്മൾ കൂടുതൽ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പം അതിൻ്റെ ഓർഡറൊക്കെ വരൽ കുറവാണ്. പിള്ളേരെല്ലാം ഇപ്പോൾ ആനിമി ഫാൻസായിട്ട് മാറിയിട്ടുണ്ട്. പിള്ളേർ മാത്രമല്ല കേട്ടോ, മുതിർന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് ഈ ആനിമി ഫാൻസ്. അപ്പോൾ നമ്മൾ നറൂട്ടോയുടെ ഒരു പ്രിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ അത്യാവശ്യം ആ ഒരു ഫേസിൻ്റെ പോർഷനാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കുറച്ച് സംഭവങ്ങൾ ആ ഒരു തീനാളങ്ങൾ പോലെ വരുന്ന രീതിക്കാണ് കേട്ടോ. അത് ഫുള്ള് ഒരു ഫയറിൻ്റെ ഒരു എഫക്റ്റാണ് കേക്കിൽ. ബോട്ടം പോർഷനിൽ അതുപോലെ തന്നെ ടോപ്പ് പോർഷനിൽ അതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴെയുള്ളത് കുറച്ച് കുഞ്ഞ് സൈസിനും മേലെയുള്ളത് അത്യാവശ്യം നല്ല വലുപ്പത്തിനും ഒരു അത്യാവശ്യം നല്ല ഹൈറ്റിനും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ 7th ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്പർ 7 ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ബോർഡിലാണ് കേട്ടോ അതിൻ്റെ കുഞ്ഞിൻ്റെ നെയിം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഫോണ്ടൻ കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് നെയിം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് വരുന്നത് 2 kg വരുന്ന റെഡ് വെൽവെറ്റ് ഫ്ലേവറിൽ തന്നെയുള്ളൊരു കേക്കാണ് ഇത്. ഇതും ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഫ്ലവറിലെ ഒരു ലൈറ്റ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡായിരുന്നു കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നത്. അന്നേരത്തെ ആ ഒരു ഷെയ്ഡിൽ നമുക്ക് ഫ്ലവേഴ്സ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ കളർ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഷെയ്ഡ് കൊടുത്തിട്ടില്ല, ഒരു വൈറ്റ് മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് നമ്മൾ കേക്കിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഫ്ലവറിന്. പിന്നെ നമ്മൾ ക്രീം ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ള, ക്രീമിൽ നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ഫോക്സ് ബോൾസ് വെക്കുന്നുണ്ട്, ഗോൾഡും സിൽവറും അതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ വരുന്നത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗോൾഡ് ഷെയ്ഡിലുള്ള ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ നെയിമും നമ്മൾ കേക്ക് ബോർഡിൽ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്പർ 1 ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത്രയും വലിപ്പത്തിനുള്ള ടോപ്പർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതായത് നമ്മൾ അക്രിലിക്കിലുള്ള ടോപ്പർ സാധാരണ വയ്ക്കാറുണ്ട്, അത് കിട്ടാഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്കൊപ്പം നമുക്ക് ഇതിനൊപ്പം തന്നെ അതായത് ഈ ഫസ്റ്റ് ബർത്ത്ഡേ കേക്കിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് സെർവിങ് കേക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു കോഫി ലൈറ്റ് ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് നമ്മൾ കേക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള പീസസായിട്ട്, അത് ഒത്തിരി വലിപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു മീഡിയം സൈസിലുള്ള പീസസായിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു 2.5 kg വെയിറ്റ് ചെയ്യുന്ന കേക്കാണ് കേട്ടോ. അങ്ങനെ നമുക്ക് 2 സെറ്റ് 5 kg ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റിനെ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ 100 പീസസായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സാധാരണ ഈ കട്ടിങ് പരിപാടീസൊക്കെ ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ആൾ അന്നിച്ചിരി തിരക്കായതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കുകളുടെ എല്ലാം ഫൈനൽ ലുക്ക് കൂടെ നമ്മൾ ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇതിലേതാ കൂടുതൽ ഇഷ്ടമായെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നുണ്ട്. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.